മനസ്സിലാക്കിയ ഋഷിവര്യന്മാർ ഭഗവത് ദർശനത്തിനായിട്ട് പോകുമ്പോൾ ഭഗവാന്റെ പുത്രനായിരിക്കുന്ന സാമ്പനെ പെൺവേഷം കെട്ടിച്ച് അവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവൾ പ്രസവിക്കുന്നത് പെണ്ണാണോ ആണാണോ എന്ന ചോദ്യത്തില്ല കാലഗതിയെ തിരിച്ചറിഞ്ഞ ത്രികാലജ്ഞാനികളായിട്ടുള്ള ഗുരുവര്യന്മാര് അതിന് കൊടുത്ത മറുപടി ഇവിടെ പ്രസവിക്കുന്നത് പെണ്ണല്ല ആണല്ല ഇരുകുലക്കയായിരിക്കും, അത് നിങ്ങളുടെ കുലത്തിന് നാശമായി ഭവിക്കും എന്നൊരു ശാപത്തെ അവിടെ നൽകുകയാണ്. ചിരിച്ചു തള്ളിയ കുട്ടികള് വേഷമഴിച്ചു നോക്കുമ്പോൾ കണ്ട ഇരുകുലക്ക് കൊണ്ട് ഉഗ്രസേന മഹാരാജാവിന്റെ അരികിലെത്തുകയും അദ്ദേഹം അത് രാഗി പൊടിയാക്കി കടലിൽ ഒഴുക്കാനും പറയുക. പക്ഷെ എന്നിട്ടും ആ കുലത്തിന്റെ നാശത്തെ തടയാൻ കഴിഞ്ഞില്ല. കാരണം ഭഗവാൻ മുൻകൂട്ടിയെല്ലാം കണ്ടിരുന്നു എന്നത് തന്നെ. ഓരോരുത്തർക്കും വിനാശകാലം ഉണ്ടാവുമ്പോഴാണ് സജ്ജനങ്ങളെ ദ്വേഷിക്കണമെന്നും ദ്രോഹിക്കണമെന്നും ഒക്കെ തോന്നുന്നു. ഈശ്വരനിന്ദാകരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നതും വിനാശകാലത്തിലാണ്, അതിന്റെ ആരംഭത്തിലാണ് ഈശ്വരനിന്ദ ചെയ്യണം എന്ന് തോന്നുന്നത്. അപ്പോ ഈശ്വരനിന്ദ എന്ന് പറഞ്ഞാൽ ഭഗവാനെ മാത്രമല്ല ഭഗവത് ഭക്തന്മാരെ കൂടി ദ്രോഹിക്കുന്ന കർമ്മം അതും ഈശ്വരനിന്ദ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം ഫലം കുലനാശമാണ് എന്നുകൂടി ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും അങ്ങനെ ഭഗവാൻ തന്റെ ശരീരത്തെ കർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി സ്വീകരിച്ച മായാമോഹന വേഷം അത് തിരിച്ചു പോകുമ്പോ ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ല പോണത്. യാതൊന്നും തിരുവവശേഷിപ്പായിട്ട് ഇവിടെ വയ്ക്കാതെ തന്റെ ഭക്തന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഭഗവാൻ ലോകനന്മയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കുകളല്ലാതെ മറ്റൊന്നും ഇവിടെ ബാക്കി വെച്ചു. ആ കാരുണ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന് തന്റെ സ്വധാമത്തിലേക്കാണ് പോണത്, സ്വർഗത്തിലേക്കല്ല. സത്യത്തിൽ ഭഗവാനും വരാനും പോവാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള ആ ഒരു രൂപത്തെ സ്വീകരിച്ചത്. നമ്മളെല്ലാം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കും. പക്ഷേ ഭഗവാൻ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിക്കില്ല. ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ ആ മായാമോഹന വേഷത്തെ പരിപൂർണമായിട്ട് ഭഗവാന് തന്റെ മായയിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വധാമപ്രാപ്തി ഭാഗമാണ് ഈ പാരായണം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏകാദശം സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഭഗവാന്റെ അവതാരത്തേക്ക് നിർത്തി അത് കഴിയുമ്പോൾ തുളസിപ്പറ സമർപ്പണം ആരംഭിക്കാമെന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു ചോദിച്ചോട്ടെ, ധൃതിയുള്ളവരാണോ? പോകാൻ ധൃതിയുണ്ടോ? പറയട്ടെ. ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. ആ ശരി, എന്നായിക്കോട്ടെ.